ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ആപ്പിൾ പായസമായിട്ടാണ് വന്നിരിക്കുന്നത്. പുഡിങ്ങിൻ്റെ ടേസ്റ്റിൽ ഒരു ആപ്പിൾ പായസം വളരെ ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാനും പറ്റും. അതിനൊരു കാഷ്യൂനട്ടും ബദാമും പിസ്തയും വാൽനട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 ഈന്തപ്പഴവും, പിന്നെ നമ്മുടെ താമരയുടെ വിത്തിലെ മക്കാന, അതും 3 ആപ്പിളും 1 ഗ്ലാസ് പാലും. ഇത്രയാണ് ഇത് റെഡിയാക്കാനായിട്ട് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് പാൻ അടുപ്പത്ത് ചൂടായ ശേഷം മക്കാന ഇട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിടണം. ഇത് റോസ്റ്റായി കിട്ടിയെന്ന് റെഡിയായെന്ന് അറിയാൻ വേണ്ടി കുറച്ച് വറുത്ത് കഴിഞ്ഞ് ഒരെണ്ണം എടുത്ത് പൊടിച്ച് നോക്കണം കയ്യിൽ വെച്ച്. അപ്പോൾ നന്നായി പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഈ മക്കാന റോസ്റ്റായി കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നമുക്ക് 1 ഗ്ലാസ് പാലെടുത്തിട്ടില്ല, അതിലേക്ക് ഇട്ട് അതും പിന്നെ ഡേറ്റ്സും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ പ്യൂരിയാക്കി എടുക്കണം. പകുതി പാലൊഴിച്ച് വേണം നമ്മളിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പ്യൂരിയാക്കി എടുക്കണം. അല്ലെങ്കിൽ മൊത്തം പാലും കൂടെ ഒഴിച്ചാൽ എല്ലാം തെറിച്ച് പോകും, പിന്നെ ഒന്നും കാണത്തില്ലായിരിക്കും നമുക്ക് പായസം റെഡിയാക്കാൻ. അതുകൊണ്ട് പകുതി പാലിൽ നമുക്കൊന്ന് പ്യൂരിയാക്കി എടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട്സും ബദാമും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയും കൂടി വേണം. ഇതുപോലെ ക്രഷ് ചെയ്ത് ഇതുപോലെ പ്യൂരിയാക്കിയിട്ട് ബാക്കി പാല് അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്താൽ മതി. അതിനോടൊപ്പം തന്നെ എടുത്ത് വെച്ചിരുന്ന ആപ്പിൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാൽ വാൽനട്ടും പിസ്തയും കാഷ്യൂ നട്ട്സും ഒക്കെ ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആയി വരുന്ന പകുതി ഡ്രൈ ആയി മെൽറ്റാകുന്ന ആ സ്റ്റേജിലേക്ക് നമുക്ക് ഇതൊന്ന് നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന ആപ്പിളും ഇതും കൂടെ ഈ സ്റ്റേജിലാകുമ്പോൾ വേണം നമ്മൾ ഇതിലേക്ക് ആപ്പിളും കൂടെ ആഡ് ചെയ്യേണ്ടത്. ആപ്പിൾ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി അത് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആപ്പിൾ വെന്ത് കിട്ടും. അതാകുമ്പോൾ നമുക്ക് ഒത്തിരി നേരം ഇളക്കേണ്ടി വരത്തില്ല. അതുപോലെ ആപ്പിളിനധികം വേവുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. നന്നായി വെന്ത് അത് ഈ സ്റ്റേജിലായി കഴിയുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന പാലില്ലേ, അരച്ച് വെച്ചിരിക്കുന്ന പ്യൂരി, ഡേറ്റ്സും മക്കാനയും കൂടെ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വീണ്ടും ബാക്കി പാലും മിക്സിയുടെ ജാറും കൂടെ കഴുകി വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അല്ലെങ്കിൽ ഇളക്കിക്കൊണ്ടിരുന്നാലും മതി. 2-3 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും. അടി പിടിക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. അത് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആപ്പിൾ പായസം റെഡിയായി. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടി ചേർക്കേണ്ട ഏലക്കായും കറുവപ്പട്ടയും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ ആപ്പിൾ പായസം റെഡിയായി കിട്ടും. അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം വേണമെങ്കിൽ പൊടി ആഡ് ചെയ്താൽ മതി. കറുവപ്പട്ട പൊടിച്ചതും ഏലക്ക പൊടിച്ചതും വളരെ ടേസ്റ്റാണ്. ഈ കറുവപ്പട്ടയും ഏലക്കയും കൂടെ പൊടിച്ചത്, ഏലക്ക മാത്രമല്ല പട്ടപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് വീണ്ടും ആപ്പിൾ കിട്ടുമ്പോൾ എന്തായാലും നമ്മളുണ്ടാകും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ഒരു പുഡിങ് കഴിക്കുന്ന ടേസ്റ്റാണ്. മധുരത്തിന് നമ്മൾ ഡേറ്റ്സാണ് ചേർക്കുന്നത്, പഞ്ചസാരയൊന്നുമല്ല. അത് നാച്ചുറൽ സ്വീറ്റ്നർ ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാൻ, ഷുഗറുള്ളവർക്ക് എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു പായസമാണ്. ആപ്പിളിൻ്റെ പുഡിങ് ആണെന്നോ പായസമാണെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെ ഇഷ്ടമാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.